ഇങ്ങനെ ബി.ജെ.പി. പ്രവർത്തകർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നു എന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരുന്നിട്ടും മാതൃകാപരമായി പ്രതികരിച്ച നേതാക്കളെ അനുമോദിച്ച് ബി.ജെ.പി. ദേശീയ സംഘടനാ സെക്രട്ടറി ബി.എൽ. സന്തോഷ് വിളിച്ച യോഗത്തിലാണ് അനുമോദനം. എം.ടി. രമേശ്, ടി.പി. ജയചന്ദ്രൻ, എൻ. ഹരി, ടി.പി. സിന്ധുമോൾ, നിവേദിത സുബ്രഹ്മണ്യൻ തുടങ്ങി 30 നേതാക്കളാണ് സീറ്റ് നിഷേധിച്ചതിൽ പരിഭവം അറിയിച്ചത്. എന്നാൽ അവർ പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രതികരണം നടത്താത്തതിലാണ് ഇപ്പോൾ ഈ അഭിനന്ദനം. വി എസ് രഞ്ജിത്തോട് കൂടുതൽ വിവരങ്ങളുമായി. വി എസ് രഞ്ജിത്ത്, പരിഭവം അറിയിച്ചെങ്കിലും പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ പരസ്യമായി നടത്താത്തതിലാണോ ഇപ്പോൾ ഈ നേതാക്കൾക്ക് അഭിനന്ദനം കിട്ടിയിരിക്കുന്നത്? രഞ്ജിത്ത്. ഡോക്ടർ അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ ബി.എൽ. സന്തോഷും വിനോദ് ധാവഡയും പങ്കെടുത്ത 2 യോഗങ്ങൾ തിരുവനന്തപുരത്തും തൃശൂരിലുമായി നടന്നിരുന്നു. തെക്കൻ കേരളത്തിന്റെ യോഗമാണ് തിരുവനന്തപുരത്ത് നടന്നത്, വടക്കൻ കേരളത്തിന്റെ യോഗമാണ് തൃശൂരിൽ നടന്നത്. ഈ 2 യോഗങ്ങളിലും ബി.എൽ. സന്തോഷ് ചോദിച്ച ആദ്യത്തെ ചോദ്യം സീറ്റ് നിഷേധിക്കപ്പെട്ടവർ, അതായത് സ്ഥാനാർത്ഥിയാവാൻ താല്പര്യം ഉണ്ടായിരുന്നിട്ടും പാർട്ടി സീറ്റ് നൽകാത്തവർ ആരൊക്കെയാണ്, സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്നവർ ആരൊക്കെയാണെന്നുള്ളതാണ്. തൃശൂരിൽ നടന്ന യോഗത്തിൽ ആദ്യം എഴുന്നേറ്റിരുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന വക്താവായ ടി.പി. ജയചന്ദ്രനാണ്. അതിനുശേഷം എം.ടി. രമേശ്, ടി.പി. സിന്ധുമോള്, നിവേദിത സുബ്രഹ്മണ്യൻ തുടങ്ങി നേതാക്കന്മാരൊക്കെ എഴുന്നേറ്റിരുന്നു. തെക്കൻ കേരളത്തിൽ എൻ. ഹരി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാർ എഴുന്നേറ്റിരുന്നു. ഏകദേശം 30 നേതാക്കന്മാർ 2 യോഗങ്ങളിലുമായി എഴുന്നേറ്റ് നിന്ന് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നറിയിച്ചു. രണ്ടാമത്തെ ചോദ്യം നേതാക്കന്മാരോട് ചോദിച്ചത് നിങ്ങൾക്കുള്ള പരിഭവം മറികടക്കാൻ നിങ്ങൾ എത്ര ദിവസം എടുത്തു എന്നുള്ളതാണ്. പരമാവധി 2 ദിവസം എടുത്തു എന്നാണ് എല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോതമംഗലത്ത് വന്നൊരു നേതാവ് മാത്രം പരിഭവം മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു വനിതാ നേതാവ് ഉത്തരമായി പറഞ്ഞത് ഞങ്ങൾക്കിതെല്ലാം ശീലമായി എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി.എൽ. സന്തോഷ് പറഞ്ഞത് എല്ലാവർക്കും സ്ഥാനാർത്ഥി മോഹം ഉണ്ടായിരിക്കണം, എന്നാലേ പാർട്ടി വളരൂ. പക്ഷേ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പിന്നീട് അപശബ്ദങ്ങൾ ഉയരാൻ പാടില്ല. അതിൽ നിങ്ങളെല്ലാവരും മാതൃകാപരമായ സമീപനം സ്വീകരിച്ചു. കേരളത്തിന് മാത്രമാണ് അത്തരത്തിൽ പൊട്ടിത്തെറികളില്ലാതെ കാര്യങ്ങൾ അവസാനിച്ചത്. അതുകൊണ്ട് കേരളത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട എല്ലാവരും അഭിനന്ദനം അറിയിക്കുന്നു. സംഘടനയിൽ കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് 2 യോഗത്തിലും ഈ 30 നേതാക്കന്മാരെയും ബി.എൽ. സന്തോഷും വിനോദ് ധാവഡയും അറിയിച്ചത്.